ഹലോ ഗൈസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു അലോവേര പ്ലാന്റ് അല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും വീട്ടിലുണ്ടായിരിക്കുന്നതാണ്. ഈ അലോവേര പ്ലാന്റിനെ പറ്റി ഞാൻ കുറച്ചധികം കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോൾ അത് നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. വളരെ നമുക്ക് എക്സൈറ്റിംഗ് ആക്കുന്ന കുറേ അധികം കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. നിങ്ങൾ പറ, നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആണോ എന്നുള്ളത്. ആക്ച്വലി അലോവേര പ്ലാന്റ് നമ്മുടെ വീട്ടിലും നമ്മൾ ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്നൊരു ഐറ്റമാണ് ഈ അലോവേര. ഇത് ഒരു 400-ൽ പരം വെറൈറ്റീസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? ഓൾറെഡി അറിയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നെ പോലെ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് എത്ര പേർക്ക് ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. ഈ 400-ൽ പരം വെറൈറ്റീസിൽ 5 തരം മാത്രമാണ് നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും എനിക്ക് കിട്ടിയ ഒരു പുതിയ അറിവായിരുന്നു കേട്ടോ. 5 തരം വെറൈറ്റീസ് മാത്രമാണ് നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി 11 തരം ഉള്ളത് പോയിസണാണെന്ന്. അതും എന്നെ ഞെട്ടിച്ചൊരു വണ്ടറടിപ്പിച്ചൊരു അറിവായിരുന്നു. കാരണം അലോവേര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണെന്നുള്ളതേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അതിൽ പോയിസൺ ആണ് എന്നുള്ളത് കേട്ടപ്പോൾ ഞാൻ ആകെ വണ്ടറടിച്ചു പോയി. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളത് കോസ്മെറ്റിക് ഐറ്റംസിന് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മളൊക്കെ വീട്ടിൽ ഒരു അലോവേര പ്ലാന്റ് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ലെങ്കിലും കുറേ കാലമൊക്കെ അവർ സർവൈവ് ചെയ്യും തന്നെ അല്ലേ. മറ്റുള്ളൊരു പ്ലാന്റിനേക്കാളും കൂടുതലായിട്ട് അത് സ്വയം തന്നെ സർവൈവ് ചെയ്യും ഒരുപാട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ അലോവേരയ്ക്കുള്ളൊരു കഴിവെന്ന് വെച്ചാൽ നാച്ചുറലുള്ള വാട്ടർ കണ്ടൻറ്റും അതുപോലെ തന്നെ എന്തുള്ളതാണോ നാച്ചുറലുള്ളതൊക്കെ വലിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ട്. നമ്മുടെ നാച്ചുറൽ ഓൾറെഡി പൊല്യൂട്ടഡ് ആണെന്നുണ്ടെങ്കിൽ ആ പൊല്യൂഷനും കൂടി ഈ അലോവേര വലിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഈ പൊല്യൂഷൻ വലിച്ചെടുത്തിട്ടുള്ള അലോവേരയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പൊല്യൂഷനും കൂടി നമ്മുടെ ഉള്ളിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് കൂടുതലുണ്ട്. പിന്നെ ഈ 5 തരം വെറൈറ്റീസാണ് നമുക്ക് ഇൻടേക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു. ഈ ഇൻടേക്ക് ചെയ്യുന്നതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് അലോവേരയിൽ തന്നെ കിങ് അല്ലെങ്കിൽ ക്യൂൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു തരം വെറൈറ്റിയാണ് അലോ ബാർബഡൻസിസ് മില്ലർ എന്നുള്ളത്. അതും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ അലോവേരയിൽ ഫ്ലവറിങ് ഉണ്ട് എന്നുള്ളതും ഞാൻ അറിയുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്. ഈ അലോ ബാർബഡൻസിസ് മില്ലർ എന്ന് പറഞ്ഞ അലോവേരയിൽ ഒരു തരം മഞ്ഞ തരത്തിലുള്ള ഫ്ലവർ ഉണ്ടായിരിക്കും. ഇത് പല ആൾക്കാരും നമ്മളുടെ അവിടെ ഒന്നും അധികം കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഫോട്ടോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചില ആൾക്കാരൊക്കെ വീട്ടിൽ ഭംഗിക്കും വളർത്തുന്നുണ്ട്. പക്ഷെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും.